നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യനെ മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് തിരിച്ചറിവ്, സ്നേഹം, കാരുണ്യം, അനുകമ്പ തുടങ്ങിയ വിചാരങ്ങൾ കൊണ്ടാണ്. ആധുനിക ലോകത്തിൽ മനുഷ്യ മനസ്സുകൾ മതിലുകളാൽ ചുറ്റപ്പെട്ട് ഒറ്റപ്പെട്ട തുരുത്തുകൾ പോലെ മാറിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിൽ അശരണരുടെയും ദൈന്യരുടെയും ഒറ്റപ്പെട്ട തേങ്ങലുകൾ മൂടപ്പെട്ടു പോകുന്നു. എന്നാൽ ആ തേങ്ങലുകൾ കേൾക്കുന്ന, അവരുടെ ദുഃഖവും സങ്കടവും ഏറ്റെടുത്ത് വേണ്ട വിധം അവരെ പരിഗണിച്ച് കൂടെ നിർത്തുന്നവരുമുണ്ട്. അത്തരത്തിൽ സമാനതകളില്ലാത്ത നന്മയുടെ നിറകുടമായ നടൻ സൂര്യയുടെയും കുടുംബത്തിന്റെയും കാരുണ്യ വഴികളാകട്ടെ ഈ എപ്പിസോഡ്. പണ്ട് ഞാൻ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്ന കാലത്ത് തമിഴ് നടൻ ശിവകുമാറിനെ കുറിച്ച് കേട്ടിട്ടുള്ളത് പെർഫെക്റ്റ് ജെന്റിൽമാൻ എന്നായിരുന്നു. ഒരു സംവിധായകന് വേണ്ടി ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്മാറുക, ആ ഡേറ്റ് തന്നെ മറ്റൊരു സംവിധായകന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക തുടങ്ങിയവയൊന്നും ശിവകുമാറിന്റെ നിഘണ്ടുവിലേയില്ല. സമയനിഷ്ഠ, കൃത്യനിഷ്ഠ, സത്യസന്ധത ഇവയൊക്കെ എടുത്തു പറയേണ്ട അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങളാണ്. താൻ കരാറിൽ ഏർപ്പെട്ട ചിത്രം ഏതെങ്കിലും കാരണവശാൽ മാറിപ്പോവുകയോ ആ തീയതി മാറ്റപ്പെടുകയോ ചെയ്താൽ പോലും ആ ഡേറ്റ് അദ്ദേഹം മറ്റൊരു സംവിധായകന് നൽകില്ല. വീട്ടിൽ വിശ്രമിക്കും. വലിച്ചുവാരി പടങ്ങളും ചെയ്യാറില്ല. അദ്ദേഹം അഭിനയിച്ചിട്ടുള്ള ചിത്രങ്ങളിൽ 90% ചിത്രങ്ങളും കുടുംബ പശ്ചാത്തലത്തിലുള്ള കഥകളാണ്. കൂടാതെ പുരാണ കഥാപാത്രമായും അദ്ദേഹം ചില സിനിമകളിൽ തിളങ്ങിയിട്ടുണ്ട്. കന്ദൻ കരുണൈ എന്ന ചിത്രത്തിൽ അദ്ദേഹം മുരുകനായി വേഷമിട്ട് അഭിനയിച്ചിരുന്നു. ആ ചിത്രം കണ്ട തമിഴ് മക്കൾ അദ്ദേഹത്തിന്റെ മുരുക വേഷത്തിലുള്ള ഫോട്ടോ പൂജാമുറിയിൽ വെച്ച് തൊഴുതിരുന്നു. അവർ ആരാധിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കൈപ്പേറിയ കഴിഞ്ഞകാല ജീവിതത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പല വേദികളിലും തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് വളരെ വേദനാജനകവും ഹൃദയസ്പർശിയുമാണ്. ഇതൊക്കെ ഓർത്തെടുത്ത് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുകൾ ഈറനണിയാറുണ്ട്. അദ്ദേഹം വിതുമ്പാറുമുണ്ട്. 40 കാലഘട്ടത്തിൽ രാജ്യം കൊടും ദാരിദ്ര്യത്തിൽ അമർന്നിരിക്കുമ്പോഴാണ് അമ്മ എന്നെ പ്രസവിക്കുന്നത്. എന്നെ പ്രസവിച്ച് 10ാം മാസം എന്റെ പിതാവ് മരണപ്പെടുന്നു. കുടുംബത്തിന് ആശ്രയമാകേണ്ടിയിരുന്ന മൂത്ത സഹോദരനും മരണപ്പെടുന്നു. വിധവയായ ആ അമ്മ തന്റെ വളർത്താൻ അനുഭവിച്ച വേദനയുടെയും ത്യാഗത്തിന്റെയും കഥ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ദീപാവലിയും പൊങ്കലുമൊന്നും ആഘോഷിക്കാതെ തന്റെ ബാല്യ കൗമാരം കടന്നുപോയിട്ടുണ്ട്. അന്നമ്മ തന്നോട് പറഞ്ഞത് ദീപാവലിയും പൊങ്കലുമൊക്കെ പണക്കാർക്ക് മാത്രമുള്ളതാണെന്നാണ്. അന്നൊരിക്കലും താൻ ചൂട് ചോറ് കഴിച്ചിട്ടില്ല. കഞ്ഞിയും പഴങ്കഞ്ഞിയും ചോളവുമൊക്കെയായിരുന്നു ഭക്ഷണം. ഒരിക്കൽ MGRന്റെ അലിബാബായും 40 തിരുടറുകളും എന്ന സിനിമ കാണാൻ അമ്മയോട് 15 പൈസ ചോദിച്ചപ്പോൾ പറമ്പിലെ പണി കഴിഞ്ഞ് വന്ന അമ്മ കയ്യിലെ കെട്ടഴിച്ച് കാണിച്ചു. രക്തമൊഴുകുന്ന വിരലുകൾ. അത് തന്റെ നേർക്ക് നീട്ടിക്കാണിച്ചുകൊണ്ട് അമ്മ ചോദിച്ചു, ഈ വിരലുകൾ കൊണ്ട് പണിയെടുത്ത പണം നിനക്ക് സിനിമ കാണാൻ വേണമോ എന്ന്. അന്ന് രാത്രി അമ്മയുടെ വേദനയോർത്ത് ബാലനായ ഞാൻ ഉറങ്ങിയില്ല. ഇതൊക്കെ പറയുമ്പോൾ അദ്ദേഹം വേദിയിൽ കരയുന്നുണ്ടായിരുന്നു. ഒപ്പം കേട്ടിരുന്നവരും. ഒന്നുമില്ലായ്മയിൽ നിന്നും സിനിമയിൽ വന്ന് അത്യുന്നതങ്ങളിൽ എത്തുമ്പോൾ വന്ന വഴികളും അനുഭവിച്ച കഷ്ടപ്പാടുകളും ഒക്കെ പറയുന്നത് ചിലർക്കൊക്കെ നാണക്കേടാണ്. എന്നാൽ ശിവകുമാർ അങ്ങനെയല്ല. ഒരു പച്ചയായ മനുഷ്യനാണ്. SSLCക്ക് പഠിക്കുമ്പോൾ അവസാന നാൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായി 5 രൂപ ഇല്ലാതിരുന്നതിനാൽ അതിൽ നിന്ന് ഒഴിവായ കഥ അദ്ദേഹം വേദനയോടെ ഓർത്തെടുത്ത് പറയുന്നുണ്ട്. പിന്നീട് അതേ ആളുടെ തന്നെ ലക്ഷക്കണക്കിന് ഫോട്ടോകളും 100 കണക്കിന് സിനിമകളും തമിഴ്നാട്ടിലെങ്ങും കാണപ്പെട്ടു. പല സ്കൂളുകളിലെയും കുട്ടികളുടെ ഗ്രൂപ്പ് ഫോട്ടോ കാണുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങൽ അനുഭവപ്പെടാറുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ 50 വർഷങ്ങൾക്ക് ശേഷം താൻ പഠിച്ച അതേ സ്കൂളിൽ തന്റെ അതേ ക്ലാസ്സിൽ പഠിച്ച എല്ലാവരെയും ചേർത്ത് ആഘോഷവും ഫോട്ടോ എടുപ്പും ഒക്കെ നടത്തി തന്റെ അന്ന് നടക്കാതെ പോയ ആഗ്രഹം പൂർത്തീകരിച്ചു. താൻ അനുഭവിച്ച കഷ്ടപ്പാടിന്റെയും വേദനയുടെയും കഥകളെല്ലാം തന്നെ തന്റെ മക്കളെയും ധരിപ്പിച്ചിട്ടുണ്ട്. ശിവകുമാറിന്റെ സിനിമയിലേക്കുള്ള കടന്നുവരവിലേക്കായി ആദ്യത്തെ ഫോട്ടോഷൂട്ട് നടത്തിയത് മലയാളി ഫോട്ടോഗ്രാഫറായ അന്തരിച്ച J. വില്യംസ് ആയിരുന്നു. തന്റെ സിനിമകൾ ഹിറ്റായി ഓടിയപ്പോൾ വലിയൊരു ആരാധക വൃന്ദം അദ്ദേഹത്തിനുണ്ടായി. എന്നാൽ രസിക മണ്ഡലം ഫാൻസ് അസോസിയേഷൻ ഒന്നും രൂപീകരിക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല. അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല. അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയക്കാരനാകാനോ ഒരു പാർട്ടി രൂപീകരിക്കാനോ ഒന്നും അദ്ദേഹം തുനിഞ്ഞിട്ടുമില്ല. സ്വന്തമായി വ്യക്തിത്വവും നിലപാടുമുള്ള ആളായിരുന്നു അദ്ദേഹം. ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും ആൾ രൂപവുമായിരുന്നു അദ്ദേഹം. പുകവലിയോ മദ്യപാനമോ മറ്റു ദുശീലങ്ങളൊന്നും തന്നെ ഇല്ലാതെ കൃത്യനിഷ്ഠതയോടെ ആരോഗ്യം പരിപാലിക്കുന്ന ആളാണ് അദ്ദേഹം. ശിവകുമാറിന് 3 മക്കളാണുള്ളത്. സൂര്യ,
കാർത്തി, വൃന്ദ. സൂര്യയും കാർത്തിയും പിതാവിന്റെ പാത തന്നെ പിന്തുടർന്നു. അവരിന്ന് ദക്ഷിണേന്ത്യയിലെ വലിയ താരമൂല്യമുള്ള നടന്മാരാണ്. ശിവകുമാർ പറയുന്നു, സൂര്യ കോളേജിൽ പഠിക്കുമ്പോൾ വീട്ടിലൊരു ജ്യോത്സ്യൻ വന്ന് രണ്ടു പേരുടെയും ജാതകം പരിശോധിച്ച ശേഷം പറയുന്നു, മൂത്ത പയ്യൻ നാടറിയുന്ന ഒരു നടനായി മാറുമെന്ന്. ജ്യോത്സ്യത്തിൽ വിശ്വാസമുള്ള ശിവകുമാറിന് പക്ഷേ ഇത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വായി തുറന്ന് ശരിക്ക് സംസാരിക്കുക പോലും ചെയ്യാത്ത ഇവൻ എങ്ങനെ നടനായി മാറും? ഒരിക്കലും നടക്കില്ല. അയാൾ അപ്പോൾ പറഞ്ഞു, നിങ്ങളെക്കാൾ വലിയ നടനാകും, നിങ്ങൾ വാങ്ങിയതിനേക്കാൾ കൂടുതൽ പ്രതിഫലവും വാങ്ങും, അവാർഡുകളും വാങ്ങും, കൂടാതെ പ്രേമിച്ച് വിവാഹവും കഴിക്കൂ. അന്ന് അതൊന്നും താൻ വിശ്വസിച്ചില്ല. എന്നാൽ അയാൾ പറഞ്ഞതെല്ലാം പിന്നീട് സത്യമായി വന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. ഒരിക്കൽ എയർപോർട്ടിൽ നിന്നും ഒരു ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവരുവാൻ അവിടേക്ക് കാറുമായിട്ട് അയച്ചിരുന്നു സൂര്യയെ. ഡോക്ടറോടൊപ്പം വസന്ത് എന്ന സംവിധായകനും ഉണ്ടായിരുന്നു. അടുത്ത ദിവസം വസന്തിന്റെ ഫോൺ വരുന്നു, മകനെ സിനിമയിൽ അഭിനയിപ്പിക്കണം. ശിവകുമാറിന് താല്പര്യമില്ല, സൂര്യക്കാകട്ടെ അല്പം പോലും താല്പര്യമില്ല. ഒടുവിൽ മണിരത്നം ഇടപെട്ട് പറഞ്ഞതുകൊണ്ടാണ് പരീക്ഷണത്തിന് തയ്യാറായത്. കാർത്തിയുടെ കാര്യമെടുത്താൽ സൂര്യയുടെ ഒരു പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി സംവിധാനം പഠിക്കാൻ പോയതാണ് പിന്നീട് അഭിനയ രംഗത്തേക്ക് എത്തപ്പെടാൻ കാരണമായത്. ഇവർ രണ്ടുപേരും സിനിമയിൽ സൂപ്പർ താരങ്ങളായി അരങ്ങ് തകർത്താടി. പല പരിഹാസങ്ങളും ട്രോളുകളും പരാജയങ്ങളും ഏറ്റുവാങ്ങി പൊരുതി നേടിയതാണ് സൂര്യ തന്റെ താരപദവി. പ്രശസ്തനായ നടൻ ശിവകുമാറിന്റെ മകനായിരുന്നിട്ടും സൂര്യ എവിടെയും അച്ഛന്റെ പേര് പറഞ്ഞ് പ്രീതി നേടാൻ ശ്രമിച്ചിട്ടില്ല. മുൻപ് സൂര്യ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ ഉടമ 6 മാസത്തിന് ശേഷമാണ് സൂര്യ ശിവകുമാറിന്റെ മകനാണെന്ന് അറിയുന്നത്. കഠിനമായ പരിശ്രമത്തിലൂടെയാണ് അയാൾ എല്ലാം നേടിയെടുത്തത്. സിനിമയിൽ മാത്രമല്ല, സൂര്യ ഓഫ് സ്ക്രീനിലും താരമാണ്. സാമൂഹിക നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണ്. കോടികൾ സമ്പാദിക്കുന്ന കോടീശ്വരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും സിനിമാക്കാർക്കും ചെയ്യാൻ കഴിയാത്ത അല്ലെങ്കിൽ ചെയ്യാത്ത മനുഷ്യത്വവും കാരുണ്യവുമുള്ള പ്രവർത്തനങ്ങളാണ് ഇദ്ദേഹം ചെയ്യുന്നത്. അഗരം ഫൗണ്ടേഷൻ എന്ന ഒരു സംഘടന അദ്ദേഹം സ്ഥാപിച്ചു. നിർധനരും നിരാശ്രയരുമായ പാവപ്പെട്ട കുട്ടികളെ തമിഴ്നാട് ഗ്രാമങ്ങളിൽ നിന്ന് കണ്ടെത്തി അവർക്ക് മികച്ച പഠന സൗകര്യം ഒരുക്കുക എന്നതാണ് അതിന്റെ ലക്ഷ്യം. അഗരം ഫൗണ്ടേഷന്റെ 15ാം വാർഷികം അരങ്ങേറിയപ്പോൾ ഈ ഫൗണ്ടേഷന്റെ സഹായത്തോടെ പഠിച്ചിറങ്ങിയ 51 ഡോക്ടർമാരാണ് അവിടെ അണിനിരുന്നത്. 800-ലധികം എഞ്ചിനീയർമാരെയും ഈ ഫൗണ്ടേഷൻ പഠിപ്പിച്ചിറക്കിയിട്ടുണ്ട്. അങ്ങനെ വിവിധ തുറകളിലായി 3600 പേരെ ഇതുവരെ പഠിപ്പിച്ചു. 160 പേരിൽ തുടങ്ങിയ അഗരം ഫൗണ്ടേഷൻ ഇന്ന് 6000-ലധികം പേരിൽ എത്തി നിൽക്കുന്നു. ഇവരോരോരുത്തരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിവൃത്തിയില്ലാത്തവരായിരുന്നു. പഠിക്കുവാനോ ഭക്ഷണത്തിനോ എന്തിനധികം കയറിക്കിടക്കാൻ ഒരിടം പോലും ഇല്ലാത്തവർ. ഇന്നവർ എല്ലാം നേടിക്കഴിഞ്ഞു. 2017 സൂര്യയുടെ കുടുംബ വീടുകളിൽ ഒരു വീട് ഫൗണ്ടേഷന് വേണ്ടി നൽകി. ഫൗണ്ടേഷൻ സ്വന്തമായി ഡിസൈൻ ചെയ്ത് മറ്റൊരു കൂറ്റൻ കെട്ടിടവും പണി കഴിപ്പിച്ചു. തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുവാനും പഠനം പൂർത്തിയാക്കുന്നത് വരെ അവരുടെ ധൈര്യം, ദൃഢനിശ്ചയം, പ്രചോദനം എന്നിവ വികസിപ്പിക്കുവാനുള്ള പരിശീലനവും നൽകും. അത് കാരണം അഗരൻ കുടുംബത്തിലെ ഓരോ അംഗവും സ്ഥിരോത്സാഹം, സമർപ്പണം, സംതൃപ്തി, മനുഷ്യത്വം എന്നീ ഗുണങ്ങളുള്ളവരായാണ് മാറുന്നത്. പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടികളും അടുത്ത കുട്ടികളെ സഹായിക്കുന്ന വാളണ്ടിയേഴ്സായി മാറുന്ന നല്ല മാതൃക അവർ പുലർത്തുന്നു. ഇതിനെക്കുറിച്ച് സൂര്യ പറയുന്നത്, ഇത് സഹായമല്ല, റെസ്പോൺസിബിലിറ്റിയാണ്, ഉത്തരവാദിത്തമാണ്, ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം. സൂര്യ പറയുന്നത്, ദൈവത്തിന് കൊടുക്കുന്ന വഴിപാടുകളെക്കാൾ ശ്രേഷ്ഠവും പുണ്യവുമാണ് ഒരു ദരിദ്ര കുട്ടിക്ക് വിദ്യാഭ്യാസം നൽകുന്നത്. അഗരം ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഇന്ന് നിരവധി സ്റ്റാഫുകളും വാളണ്ടിയേഴ്സും വലിയ ഓഫീസും ഹാളുകളും ഒക്കെയുള്ള ഒരു മഹാപ്രസ്ഥാനമായി വളർന്നു കഴിഞ്ഞു. അവിടെയുള്ള സ്റ്റാഫുകൾക്കെല്ലാം കുട്ടികളെ പരിപാലിക്കുന്നതിനുള്ള പരിശീലനവും നൽകിയിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശിവകുമാർ എന്ന നടന്റെ മകൻ സൂര്യ എന്ന മനുഷ്യസ്നേഹി ചെയ്യുന്ന അവിശ്വസനീയമായ യാഥാർത്ഥ്യങ്ങളാണ്. ഇതിനൊക്കെ പിൻബലമായി അദ്ദേഹത്തിന്റെ വാമഭാഗമായ ജ്യോതികയും അനുജൻ കാർത്തിയും ഒപ്പമുണ്ട്. സൂര്യയും കാർത്തിയും തങ്ങൾക്ക് സ്വന്തമായി വരുമാനം കിട്ടിയ കാലം മുതൽ വരുമാനത്തിന്റെ നേർപകുതി ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചു. എന്തിനധികം, സൂര്യ ജ്യോതിക ദമ്പതികളുടെ മക്കളായ കൊച്ചു കുട്ടികൾ പോലും അവർക്ക് കിട്ടുന്ന ചില്ലറ തൊട്ടുകളിൽ നിന്ന് പോലും പകുതി പണം പാവപ്പെട്ട കുട്ടികളെ സഹായിക്കാനായി മാറ്റിവെക്കാറുണ്ട്. ഇതാരും പറഞ്ഞുകൊടുത്ത് ചെയ്യിച്ചതല്ല, അവർ കണ്ടുപഠിച്ച ശീലങ്ങളാണ്. ശിവകുമാർ ദാരിദ്ര്യത്തിലും ബുദ്ധിമുട്ടിലുമാണ് ജനിച്ചതെങ്കിൽ അദ്ദേഹത്തിന്റെ മക്കൾ
സമ്പന്നതയുടെ നടുവിലാണ് പിറന്നു വീണത്. ആഡംബരങ്ങൾ ഒഴിവാക്കി അഹങ്കാരമില്ലാതെ ലളിതമായി ജീവിക്കാനാണ് അദ്ദേഹം മക്കളെയും പരിശീലിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കാട്ടിക്കൊടുത്ത ആ വഴിയിലൂടെ സഞ്ചരിച്ച മക്കൾ ഇന്ന് സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടാണ്. തങ്ങളുടെ ജീവിതം കൊണ്ട് ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ആശ്രയവും അത്താണിയുമായി മാറിയവരാണ് ഈ മഹാരഥന്മാർ. ഇവർ കൈപിടിച്ച് ഉയരങ്ങളിൽ എത്തിച്ചവരെല്ലാം ഇന്ന് ഉന്നത നിലവാരങ്ങളിൽ ജീവിക്കുന്നവരും സമൂഹത്തോടും സഹജീവികളോടും കരുണ കാട്ടുന്നവരുമാണ്. നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ തങ്ങളാൽ കഴിയുന്നത് ഇവരും ഇന്ന് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും ഇതുപോലൊരു താരകുടുംബം മലയാളത്തിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് വെറുതെ മോഹിച്ചു പോവുകയാണ്. നിരവധി കോടികൾ മുടക്കി ആഡംബര കാറുകളും ആഡംബര വീടുകളും വാങ്ങിക്കൂട്ടുമ്പോൾ പേരിനും പ്രശസ്തിക്കും വേണ്ടി ദാനം ചെയ്യാതെ എത്രയോ നിർധനരായ പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാൻ സൂര്യ ചെയ്തതുപോലെ അല്ലെങ്കിലും കുറച്ചെങ്കിലും നമ്മുടെ താരങ്ങളിൽ ആരെങ്കിലും ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. ശിവകുമാറിന്റെ കുടുംബത്തിന് ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് ആശംസകൾ നേരുന്നു. സ്നേഹത്താൽ നിറഞ്ഞ മനസ്സും മറ്റുള്ളവരെ കേൾക്കാൻ തയ്യാറുള്ള ചെവിയും എല്ലാവരെയും സഹായിക്കാൻ തയ്യാറുള്ള കൈകളുമാണ് ഒരു വ്യക്തിയുടെ ഏറ്റവും ഉപകാരപ്രദമായ ആസ്തികൾ, അല്ലാതെ അറിവ് നിറഞ്ഞ ഒരു ശിരസല്ല. നിർത്തുന്നു. നന്ദി, നമസ്കാരം.